4 മാസത്തെ സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ശേഷം കശുവണ്ടി വികസന കോർപ്പറേഷന് കീഴിലുള്ള ഫാക്ടറികൾ പ്രവർത്തിച്ചു തുടങ്ങി. തോട്ടണ്ണി വാങ്ങാനുള്ള മൂലധനം ലഭിക്കാത്തതിനാലാണ് 4 മാസത്തിലധികമായി ഫാക്ടറികൾ അടച്ചിടേണ്ടി വന്നത്. തൊഴിലാളി സംഘടനകളുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു ഇത്. സർക്കാരിന്റെ നയമാണ് ഫാക്ടറികൾ ദീർഘനാളത്തേക്ക് അടച്ചിടാൻ കാരണമായത് എന്ന് കോർപ്പറേഷൻ MD രതീഷ് പറഞ്ഞു. തോട്ടണ്ടി വാങ്ങാൻ പണമില്ലാത്തതിനാലാണ് കശുവണ്ടി വികസന കോർപ്പറേഷന് കീഴിലുള്ള 34 ഫാക്ടറികൾ കഴിഞ്ഞ 4 മാസക്കാലം അടച്ചിടേണ്ടി വന്നത്. ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സർക്കാർ 30 കോടി രൂപ അനുവദിച്ചതോടെയാണ് ഫാക്ടറികൾ വീണ്ടും തുറന്നത്. 10,000-ഓളം തൊഴിലാളികൾക്കാണ് ഇത് ആശ്വാസമായത്. തരുമെന്ന് ഉറപ്പൊന്നുമില്ല, നോട്ടീസ് ഇട്ടിട്ടുണ്ട്. അത് കാരണം ബോണസിന്റെ കാര്യം സംശയത്തിലിരിക്കുക, ജോലിയും ഇല്ല. തുടങ്ങി ഞങ്ങൾ എന്താ പറഞ്ഞാൽ ജീവിക്കുന്നത്, ഞങ്ങൾക്ക് ഓണത്തിനൊന്നും കിട്ടത്തില്ലല്ലേ. 2009 മുതൽ നൽകാനുള്ള ഗ്രാറ്റുവിറ്റി കുടിശ്ശിക, കഴിഞ്ഞ ഓണത്തിന്റെ ബോണസ് കുടിശ്ശിക, അടയ്ക്കാനുള്ള PF ESI കുടിശ്ശിക, കൂടാതെ ഈ ഓണത്തിന്റെ ബോണസ് അടക്കം തൊഴിലാളികൾക്ക് കൊടുത്തു തീർക്കുമെന്ന് കോർപ്പറേഷൻ MD രതീഷ് പറഞ്ഞു. സർക്കാരിന്റെ നയങ്ങൾ കാരണമാണ് ഇത്രയും കാലം ഫാക്ടറികൾ അടച്ചിടേണ്ടി വന്നതെന്നും രതീഷ് പറഞ്ഞു. ബയേഴ്സിന്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിക്കുക, സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ക്രെഡിറ്റും വാങ്ങിച്ചാണ് ഇത് ഫുൾ സിംഗിൾ നടന്നു പോയിക്കൊണ്ടിരുന്നത്. അത് അങ്ങനെ വേണ്ട എന്നാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം. അപ്പോൾ സ്വാഭാവികമായും ഗവൺമെൻറ് അതിനുള്ള സാമ്പത്തികം അനുവദിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫാക്ടറികൾ തുറന്നു പ്രവർത്തിപ്പിക്കാൻ പണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ നിയമസഭയ്ക്ക് മുന്നിൽ നിരാഹാര സമരം നടത്തിയിരുന്നു. CITUവിൻ്റെ നേതൃത്വത്തിലും പ്രതിഷേധങ്ങളും സമരങ്ങളും നടത്തിയിരുന്നു. റിപ്പോർട്ടർ, കൊല്ലം.